ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിങ്ങളോ പ്രിയരെ, യൂദായുടെ ലേഖനം 17 വാക്യത്തിൽ വായിക്കുന്നു. നാം ദൈവത്തിന് പ്രിയരാണോ, അതോ ആർ യു ഡിയർ ടു ദ വേൾഡ്, അതോ ലോകത്തിന് പ്രിയരാണോ? യൂദായുടെ ലേഖനത്തിൽ ഈ പദപ്രയോഗം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ ഈ പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം മനുഷ്യനെ വിവിധ പേരുകളിൽ സംബോധന ചെയ്യാറുണ്ട്. അത് അവർ ആ പേരിന് യോജിച്ച് പ്രവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രായം കൊണ്ടോ ഒക്കെ ആ രീതിയിൽ നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ അവർ ആ പേരിന് യോഗ്യരായിരിക്കാം. വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞത്, റോസാപ്പൂവിന് മറ്റേത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ സുഗന്ധത്തിന് കുറവൊന്നും വരില്ലല്ലോ. ഇന്ന് തിരുവചനം പേരിനും അനുഭവത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് പേര്. അതുകൊണ്ടാണ് ദൈവം പലരുടെയും പേരും മാറ്റിയിട്ടുണ്ട്. കാരണം പഴയ പേര് അവൻ പ്രാപിച്ച പുതിയ അനുഭവമായിട്ട് ദൈവമായിട്ടുള്ള യോജിപ്പിൽ ഉള്ള ഒരു അല്ലാത്തതുകൊണ്ട്. ഇവിടെ ദൈവമക്കൾ എന്തുകൊണ്ട് പ്രിയരാണ്? അങ്ങനെ സംബോധന ചെയ്യാൻ അർഹരായതുകൊണ്ടാണ്. കാരണം അവർ ദൈവത്തിന് പ്രിയരാണ്. എങ്ങനെ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവരിൽ ക്രിസ്തുവിൽ കൂടി നമ്മെ ദത്തെടുത്തു, മക്കളാക്കി തീർത്തു. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. അങ്ങനെ ആകുമ്പോൾ നാമം ക്രിസ്തുവെങ്കിൽ കൂടി ദൈവത്തിന് പ്രിയരാണ്. ദൈവത്തിന് നമ്മളോടുള്ള പ്രിയം കൂടണമെങ്കിൽ അവൻ പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യണം. ശമൂവേൽ ബാലൻ വളരുന്തോറും യഹോവയ്ക്ക് മനുഷ്യനും പ്രീതിയുള്ളവനായിരുന്നു. അപ്പൻ സ്നേഹിച്ച യോസേപ്പിനെ സഹോദരന്മാർക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവനോട്. ദൈവത്തിന് പ്രിയം കൂടുമ്പം ലോകം നമ്മെ വെറുക്കും. ലോകത്തിന് നിങ്ങൾ പ്രിയരാണെങ്കിൽ ദൈവത്തിന് നിങ്ങളിൽ പ്രിയം കാണുകയില്ല. പ്രാകൃതന്മാർക്കും ജഡീകന്മാർക്കും വിശ്വാസത്യാഗികൾക്കും നടുവിൽ നിങ്ങൾ ദൈവവിഷ്യം ചെയ്തുകൊണ്ട് ലോകപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവപ്രീതിക്കായി പ്രവർത്തിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. മനുഷ്യൻ്റെ പ്രീതി പിടിച്ച് പറ്റുവാനുള്ളതായ വൃഥാശ്രമത്തിൻ്റെ അവസാനം നാം ദൈവത്താൽ വെറുക്കപ്പെട്ടവരായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം, ദൈവം നമ്മെ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം നമ്മളിനായി സമർപ്പിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.